ദുരിതാശ്വാസ നിധിയിലേക്ക് കാര്യമായ പണം എത്തിച്ചേരാതായതോടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ കണ്ണും നട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. 5 ദിവസത്തെ ശമ്പളം പിടിച്ചാൽ തന്നെ ദുരിതാശ്വാസ നിധിയിലെത്തുക 570 കോടിയാണ്. 10 ദിവസം പിടിച്ചാൽ അത് 1140 കോടിയോളം ആവുകയും ചെയ്യും. വയനാടിന് വേണ്ടി ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളം പിടിച്ചാൽ തന്നെ ദുരിതാശ്വാസ നിധിയിലെത്തുക 570 കോടി. 10 ദിവസത്തെ ശമ്പളമാണ് പിടിക്കുന്നതെങ്കിൽ 1140 കോടിയും ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തും. പകുതി ശമ്പളമാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1670 കോടിയായി തുക ഉയരുകയും ചെയ്യും. ഒരു മാസം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എയ്ഡഡ് ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാൻ വേണ്ടി തന്നെ 3400 കോടിയാണ്. PSC അംഗങ്ങൾ മുതലായ രാഷ്ട്രീയ നിയമനങ്ങളുടെ ശമ്പളവും ഈ 3400 കോടിയിൽ പെടുന്നതാണ്. വയനാടിന് വേണ്ടി എത്ര കോടി വരുമെന്ന പ്രാഥമിക കണക്കുകൾ പോലും മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. ഇതുവരെ വയനാടിന് സർക്കാർ കൊടുത്തത് 10 കോടി രൂപയാണ്. ജീവനക്കാരുടെ സംഘടനാ നേതാക്കളുമായി മുഖ്യമന്ത്രി വയനാടിന് വേണ്ടി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. വയനാടിന് സഹായം അഭ്യർത്ഥിച്ച് ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനാ നേതാക്കളെ മുഖ്യമന്ത്രി വിളിപ്പിച്ചിരുന്നു. ഓരോരുത്തരെയും പ്രത്യേകമായാണ് കണ്ടത്. ക്ഷാമബദ്ധ അടക്കമുള്ള കുടിശ്ശികകൾ ലഭിക്കാത്തത് മൂലം ജീവനക്കാർ നേരിടുന്ന വിഷമതകൾ നേതാക്കൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു. എല്ലാം കേട്ട ശേഷം എത്ര ദിവസത്തെ ശമ്പളം നൽകാൻ സാധിക്കുമോ എന്ന് നേതാക്കന്മാരോട് ചോദിക്കാനും പിണറായി മറന്നില്ല. ആലോചിച്ച് തീരുമാനം പറയാമെന്ന് നേതാക്കൾ അറിയിച്ചു. പ്രളയം, കോവിഡ് കാലത്തെ പോലെ നിർബന്ധപൂർവമായ സാലറി ചലഞ്ചിന് ഇക്കറി സർക്കാർ തുനിഞ്ഞിട്ടില്ല. പ്രളയം, കോവിഡ് തുടങ്ങിയ കാലങ്ങളിലേതുപോലെ നിർബന്ധപൂർവമുള്ള സാലറി ചലഞ്ചിന് ഇത്തവണ സർക്കാർ തുനിയാനുള്ള സാധ്യതയും കുറവാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നേതാക്കന്മാർക്ക് ലഭ്യമായത്. പതിവ് പത്രസമ്മേളനങ്ങൾ ജീവനക്കാരോട് വയനാടിന് വേണ്ടി പരമാവധി സഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുമെന്നാണ് സൂചന. 15 ദിവസത്തെ ശമ്പളമാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നത്. 5 ദിവസം മുതൽ 10 ദിവസം വരെയുള്ള ശമ്പളമെങ്കിലും ജീവനക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന് ധനവകുപ്പിന് പ്രതീക്ഷയുമുണ്ട്. വയനാടിന് വേണ്ടി ജീവനക്കാരുടെ സഹായം ചോദിച്ച മുഖ്യമന്ത്രിയോട് ജീവനക്കാരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അറിയിക്കുക മാത്രമാണ് സംഘടനാ നേതാക്കൾ ചെയ്തത്. നിങ്ങൾ എല്ലാവരും കൂടിയാലോചിച്ച് തീരുമാനത്തിലെത്തണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി വെച്ചു. നിശ്ചയ ദിവസത്തെ ശമ്പളമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ജീവനക്കാരുടെ കണക്കുകൂട്ടൽ. ക്ഷാമബദ്ധ, സറണ്ടർ, ഫെസ്റ്റിവൽ അലവൻസ് എന്നിവയിൽ നിന്നും ജീവനക്കാരുടെ സമ്മതപ്രകാരം നിശ്ചിത തുക സമാഹരിക്കുന്നതാണ് ഉചിതമെന്ന അഭിപ്രായവും ജീവനക്കാർക്കുണ്ട്. യാതൊരു കാരണവശാലും നിർബന്ധിതമായി ശമ്പളം പിടിക്കാൻ പാടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ജീവനക്കാരുടെ സംഘടനകൾ. ഈ നിർബന്ധിത സാലറി ചലഞ്ച് വലിയ രീതിയിൽ സർക്കാരിന് ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അത് കൃത്യമായി തന്നെ കാണാൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നിർബന്ധിത സാലറി ചലഞ്ച് വേണ്ട എന്ന രീതിയിലേക്ക് പിണറായി മാറിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.